ഹലോ ഗൈസ്, നമ്മളിന്ന് അടിപൊളി ഒരു പൂവ് തയ്യാറാക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തത് നമ്മളെ വീട്ടിലേക്ക് പച്ചക്കറി കൊണ്ടുവരുന്ന നെറ്റിൻ്റെ കവറാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഉപയോഗിച്ച് ഒഴിവാക്കുന്ന ഈ ഒരു കവർ കൊണ്ട് നമുക്ക് അടിപൊളി പൂവ് ഉണ്ടാക്കാം. നമ്മൾ 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഓരോ പീസ് കട്ട് ചെയ്തെടുത്ത് അത് നന്നായി ഒന്ന് വളച്ച് പിടിച്ചതിന് ശേഷം നമ്മളതിന് നമ്മളെ മെഷീനിൽ ഉപയോഗിക്കുന്ന നൂല് ഉപയോഗിച്ച് നന്നായിട്ട് കെട്ടുക. നല്ല രീതിയിൽ അതൊന്ന് കെട്ടി എടുക്കാൻ നോക്കുക. ടൈറ്റായി കെട്ടണം, കഴിഞ്ഞ് പോകാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു രൂപത്തിലുണ്ടാവും. അതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇങ്ങനത്തെ കുറേ എണ്ണം നമ്മൾ തയ്യാറാക്കണം. കുറേ എണ്ണം തയ്യാറാക്കിയതിന് ശേഷം നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അടിപൊളിയായിരിക്കും ഇത്. ഈ ഒരു പൂവിൻ്റെ അടിപൊളി സ്റ്റൈലാണ്. ഇങ്ങനെ കുറേ എണ്ണം ഞാൻ കെട്ടിയെടുത്തതാണ്. അപ്പം ഈ കെട്ടിയെടുത്ത പൂവിൻ്റെ അതേ കവറിൻ്റെ മറ്റൊരു ഭാഗം, വേസ്റ്റായിട്ട് വരുന്ന മറ്റൊരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു പൂവ് സെറ്റ് ചെയ്യാം. നമുക്ക് ചെറിയൊരു കവറിൻ്റെ വേസ്റ്റ് ഭാഗമായിട്ട് ഉപയോഗിച്ച പീസാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഒരു പീസിലേക്ക് ഒരു കട്ടി കുറഞ്ഞ കമ്പി ഇതിലേക്ക് വെച്ച്, നൂൽക്കമ്പി എന്ന് പറയും, ആ കമ്പി വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് നൂല് കൊണ്ടൊന്ന് ചുറ്റിയെടുക്കാം. നല്ല ടൈറ്റിൽ അതൊന്ന് ചുറ്റിയെടുക്കണം. ടൈറ്റിൽ ചുറ്റിയെടുത്തതിന് ശേഷമാണ് നമുക്ക് അടുത്ത പരിപാടി. നന്നായിട്ട് കെട്ടുക, ഒരു പോകാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. അത് നമ്മൾ ഉണ്ടാക്കുന്ന പൂവിന് നല്ലൊരു സ്റ്റൈല് അത് നൽകുന്നുണ്ടാവും. ഇനി നമുക്ക് ഓരോ പൂവിൻ്റെയും ഇതളുകൾ ഇതിലേക്ക് സെറ്റ് ചെയ്യാം. ഗ്ലൂ ഗണ്ണിൽ ഗ്ലൂ വെച്ചിട്ട് നമുക്ക് പതുക്കെ ഓരോ ഇതളും ഇതിൽ സെറ്റ് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് നമുക്ക് ഓരോ ഇതളും ഇതിൽ സെറ്റ് ചെയ്ത് ഉറപ്പിച്ചെടുക്കണം. ഒന്ന് ഉണങ്ങുന്ന വരെയുള്ള ഒരു പ്രയാസം ഉണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ച് പതുക്കെ പതുക്കെ സെറ്റ് ചെയ്യാം. ഇനി ഒരു സെറ്റും കൂടി നമുക്ക് ഇതിൻ്റെ പുറമെ കൂടെ സെറ്റ് ചെയ്യാം. പതുക്കെ ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരിക. അടിപൊളിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം ഈ ഒരു സംഭവം. നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഈ ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് വീട് അലങ്കരിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പൂക്കളാണ്. നമുക്ക് ഇതൊരു സ്പെഷ്യലായിട്ട് നമുക്ക് നമ്മുടെ ഡൈനിങ് ഹാളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പൂക്കളാണ്. കണ്ടോ, അതിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയായി. ഒന്ന് മേലേക്ക് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്താൽ എല്ലാ ഇതളും അടുത്ത് നിൽക്കും. അതിന് ശേഷം നമുക്ക് ഒരു ടാപ്പ് എടുത്ത്, സ്റ്റിക്കർ പേപ്പർ ടാപ്പാണ്, അതൊന്ന് ഈ കമ്പിയിലേക്കൊന്ന് ചുറ്റിയെടുക്കാം. ചുറ്റിയെടുക്കുമ്പോൾ പൂവിൻ്റെ ഭാഗത്ത് നമുക്കൊരു മുട്ട് പോലെയുള്ള ഒരു രൂപം വരും. അതാവുമ്പോൾ നമ്മുടെ പൂവിന് കാഴ്ച കൂടും, അതിനൊരു സ്റ്റൈലുണ്ടാവും. അത് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കാം.
അങ്ങനെ ചുറ്റിയെടുത്ത പൂക്കൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കറക്റ്റാക്കി ഒന്ന് വെക്കാം. കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക് ഒന്ന് നന്നായിട്ട് എല്ലാ പൂക്കളും കൂടി നമ്മളുണ്ടാക്കി കുറേ പൂക്കളുണ്ട്, എല്ലാ പൂക്കളും കൂടി നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. നല്ല ഉറപ്പുണ്ട് നമ്മൾ വെച്ച് ഈ ഒരു വേസ്റ്റ് ഭാഗമാണെങ്കിലും അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മളെ പൂവിൽ എല്ലാ ഭാഗവും അടച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഇലകളായിട്ടുള്ള ചെറിയ ഇലകൾ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഇലകളാണത്. ഇപ്പം നമ്മൾ ക്രിസ്മസിൻ്റെ ട്രീ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയാണ്. അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പീസ് എടുത്തിട്ടാണ് ഇതിലേക്ക് ഒട്ടിച്ച് വെച്ചത്. നല്ല രസമായിട്ടുള്ളൊരു രീതിയിലുള്ള ഇലകളാണിത്. നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ച് കൊടുത്തു. നന്നായിട്ട് ഗമ്മ് വെക്കുക. ഒന്ന് ആറുന്ന വരെ ഒന്ന് ക്ഷമിച്ച് നിൽക്കുക. ആറിക്കഴിഞ്ഞാൽ അതവിടെ നിന്നോളും. ഒന്ന് ഉണങ്ങുന്ന വരെയുള്ളൊരു ടൈം അതിനെടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു PVC പൈപ്പും ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുത്താണ് അതിലേക്ക് നമുക്കിത് സെറ്റ് ചെയ്യാം. ചുമരിൽ ഒട്ടിച്ച് വെച്ചതാണ്. അതിലേക്ക് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഒരു ഭാഗത്തേക്ക് കുറച്ച് ചരിച്ച് സെറ്റ് ചെയ്യുക. ക്രിസ്മസിന് നമ്മൾ തൂക്കാൻ വേണ്ടി വാങ്ങിയ ഈ ഒരു ബോൾ പോലത്തെ ഭാഗം നമുക്കിതിലിങ്ങനെ വെക്കാം. ഇനി നമ്മുടെ ഗിഫ്റ്റിലൊക്കെ വരുന്ന ഭാഗം നമുക്ക് ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂവിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ഈ ഒരു പൂവുണ്ടാക്കുന്ന രീതി ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.